നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അവരെ പരിചരിക്കുന്നവർക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഉൾക്കാഴ്ചയുള്ളതും പ്രായോഗികവുമായ വെബിനാർ ജൂൺ 29 ശനി രാവിലെ 10:30 മുതൽ 11:30 വരെ ഓൺലൈനിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഉയർന്ന സെൻസിറ്റീവ് കുട്ടികളും, സെൻസറി അമിതഭാരം, വൈകാരിക നിയന്ത്രണങ്ങൾ, വീട്ടിലെ വെല്ലുവിളി നിറഞ്ഞ പെരുമാറ്റങ്ങൾ എന്നിവയുമായി മല്ലിടുന്നവർക്ക് ഈ ഇവന്റ് ഏറെ അനുയോജ്യമാണ്. പ്രശസ്ത പേരന്റ് കോച്ചും ചൈൽഡ് ബിഹേവിയറൽ സ്പെഷ്യലിസ്റ്റുമായ ലിസ ചാൻ നയിക്കുന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വെബിനാറിൽ പങ്കെടുക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് തീർത്തും സൗജന്യമായി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ വേഗം പേര് രജിസ്റ്റർ ചെയ്ത് ഈ അസുലഭ അവസരം പ്രയോജനപ്പെടുത്തുമല്ലോ. ലിബറലുകളുടെ കുത്തക മണ്ഡലം തിരിച്ചുപിടിച്ച് കൺസർവേറ്റീവുകൾ. വരാനിരിക്കുന്ന ഫെഡറൽ തിരഞ്ഞെടുപ്പുകളുടെ ഉരക്കല്ലാകുമെന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വെല്ലുവിളിച്ച ടൊറന്റോയിലെ സെന്റ് പോൾസ് ഉപതെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകൾക്ക് അട്ടിമറി ജയം. കഴിഞ്ഞ 30 കൊല്ലമായി ലിബറലുകൾ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ് കൺസർവേറ്റീവുകൾക്ക് വേണ്ടി ഡിയോൺ സ്റ്റുവർട്ട് സ്വന്തമാക്കുന്നത്. ലിബറലുകളുടെ തട്ടകത്തിൽ ഏറ്റ തിരിച്ചടിയിൽ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് ട്രൂഡോ ക്യാമ്പ്. കനേഡിയൻസിന് ആരോടാണ് പഥ്യം? ഇസ്രായേലിനോടോ പലസ്തീനോടോ? ലോകരാഷ്ട്രീയത്തിൻ്റെ ചൂടിൽ കാനഡയും ഉരുകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കഴിഞ്ഞ ദിവസം ദി ഇന്നോവേറ്റീവ് റിസർച്ച് ഗ്രൂപ്പ് കനേഡിയരിൽ ഒരു സർവേ നടത്തി. മിഡിൽ ഈസ്റ്റിൽ അരങ്ങേറുന്ന യുദ്ധക്കുറ്റങ്ങളിൽ നിങ്ങൾ ആരോടൊപ്പമാണ്? ഇരയോടൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടാവുമെന്ന ചിന്തകളെ പാടെ മാറ്റി കനേഡിയരിൽ രണ്ടു പക്ഷത്തും ആളുകൾ ഉണ്ടാവുന്നതിന് സർവേ സാക്ഷ്യം വഹിച്ചു. ഇസ്രായേൽ നടത്തുന്നത് നിലനിൽപ്പിൻ്റെ പോരാട്ടമെന്ന വാദത്തോട് ചേർന്ന് ഏതാണ്ട് 52% കനേഡിയർ അണിനിരന്നപ്പോൾ പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടിയും ബാക്കി 48% സംസാരിക്കാൻ മുന്നോട്ട് വന്നു. അടുത്തിടെ കനേഡിയൻ ക്യാമ്പസുകളിൽ ഉയർന്നു കേട്ട സേഫ് പലസ്തീൻ സമരത്തിൽ തങ്ങൾക്കുള്ള അസ്വസ്ഥത തുറന്നു പറയാനും ആളുകൾ തയ്യാറായി എന്നതും യുദ്ധം തുടങ്ങിവെച്ചത് ഹമാസ് ആണെന്ന അഭിപ്രായത്തിനും സർവേയിൽ മുൻതൂക്കമുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. വംശീയ വിദ്വേഷ കുറ്റങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചതായി ടൊറന്റോ പോലീസ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വംശീയ വിദ്വേഷ കുറ്റങ്ങളിൽ ഈ വർഷം പകുതിയോടെ ഏതാണ്ട് 55% വർധന ഉണ്ടായതായി ടൊറന്റോ പോലീസിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദ്വേഷ കുറ്റകൃത്യങ്ങൾ മുൻപെന്നത്തെയുംക്കാൾ ഉയർന്നുവെന്നും വിദ്വേഷ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 107 പേരെ അറസ്റ്റ് ചെയ്യുകയും 268 കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് ടൊറന്റോ പോലീസ് ഡെപ്യൂട്ടി ചീഫ് മിറോൺ ഡെമിക്യൂബ് അറിയിച്ചു. ഫാമിലി ബെനിഫിറ്റിൽ വർധന നടപ്പിലാക്കി ബ്രിട്ടീഷ് കൊളംബിയ. ആഗോള പണപ്പെരുപ്പവും ഉയർന്ന പലിശ നിരക്കും ദൈനംദിന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഇത്തവണത്തെ ഫാമിലി ബെനിഫിറ്റിൽ നേരിയ വർധന പ്രഖ്യാപിച്ച പ്രീമിയർ ഡേവിഡ് MP ഏകദേശം 3,40,000 കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുമെന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് 66,000 കുടുംബങ്ങളുടെ വർധനയാണ് കണക്കാക്കുന്നതെന്നും പദ്ധതി പ്രകാരം അർഹരായ ഓരോ കുടുംബങ്ങൾക്കും പ്രതിവർഷം ഏകദേശം $2,000 ആനുകൂല്യം ലഭിക്കുമെന്നും ധനമന്ത്രി കാട്രിൻ കോൺറോയ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.